ഹായ്, ഞാനിപ്പം പെട്ടെന്ന് വീഡിയോ എടുക്കാൻ എന്താ കാരണം എന്നറിയോ? ഞാനൊരു റിയലൈസേഷനിലെത്തി. അതായത് എനിക്ക് പെട്ടെന്നൊരു റിയലൈസേഷൻ ഉണ്ടായി. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നടന്നപ്പം ശരിക്കും ഈ വർക്കിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ കാരണം നമ്മളെന്നാൽ കുറച്ച് നേരം നടക്കാൻ പോകാം എന്നും പറഞ്ഞ് സ്ട്രെസ് റിലീഫിന് വേണ്ടി നടക്കാൻ പോയതാണ്. പക്ഷെ എൻ്റെ കഴിവേറിയ സംസാരം കാരണം ഞാൻ ഓൾറെഡി എനിക്ക് കുറേ ടെൻഷനുള്ളത് ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. എൻ്റെ ടെൻഷനെ പറ്റി ഞാൻ പറയാൻ തുടങ്ങി. അപ്പം അവനാണെങ്കിലും അവൻ്റെ ടെൻഷനെ പറ്റി അവനതിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അവൻ്റെ ഡിപ്രഷൻ എങ്ങനെ തരണം ചെയ്തു, ആ ഒരു സ്റ്റേജിൽ അവനെങ്ങനെ ഡീൽ ചെയ്തു എന്നൊക്കെ എന്നോട് പറയാൻ തുടങ്ങി. ഞാനും അതിന് കുറച്ചൊക്കെ പറയാൻ തുടങ്ങി. അപ്പം എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ തോട്ട്സാണ്. എൻ്റെ തോട്ട്സ് ഞാൻ ഓവർ തിങ്ക് ചെയ്തിട്ട് എനിക്ക് എൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയാം, പക്ഷേ ഞാൻ ആ മനസ്സിലാക്കി എൻ്റെ റിയാലിറ്റി വെച്ച് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അതായത് ആ ഒരു പ്രസൻറ്റ് ടൈമിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം എനിക്ക് സങ്കടമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഞാനൊരു ക്രൈസിസിലാണ് നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആ ഒരു റിയലൈസേഷനിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ഫൈനലി ഞങ്ങൾ തിരിച്ച് കോളേജ് എത്താറായപ്പോഴത്തേക്കും മൊത്തം ഡാർക്കായി. അതായത് ഞാനും ടെൻഷൻ അടിച്ചത് ഭയങ്കര ട്രാപ്പാണ്, തലയ്ക്കകത്ത് മൊത്തം ഇങ്ങനൊരു കളിമണ്ണ് പിടിച്ച അവസ്ഥയാണ് എന്നൊക്കെ പറയും. അപ്പം അവനാണെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒന്നും പറയാനില്ല. അവനും ആകെ ഡാർക്കായെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ പിന്നെ ഓക്കെ, റൂം എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ആപ്പിൾ ഇരിപ്പുണ്ട്, എനിക്കെൻ്റെ ആപ്പിൾ തിന്നാം, എനിക്കെൻ്റെ ബിസ്ക്കറ്റ് തിന്നാം, പിന്നെ എനിക്ക് പുതിയൊരു പാട്ട് പഠിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് ഓക്കെ ഹാപ്പി തോട്ട്സ് ആയി എന്ന് പറഞ്ഞാൽ അത് സെറ്റിൽ ചെയ്ത് അവൻ ലാബിൽ പോയി. ഞാൻ നേരെ റൂമിലും വന്നു. ഞാൻ റൂമിൽ ഇരുന്ന് തന്നെ ചിന്തിക്കാൻ തുടങ്ങിയപ്പം ഞാൻ മനസ്സിലാക്കിയ പുതിയൊരു കാര്യമാണ്, എനിക്ക് സ്ട്രെസ്സ് വരുമ്പം ഞാൻ ആ സ്ട്രെസ്സ് പെട്ടെന്ന് മറക്കാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പുതിയൊരു സ്കില്ല് പഠിക്കാൻ നോക്കും. സെൻസ് കിട്ടുന്നുണ്ട്, അത് ഡസ് ഇറ്റ് മേക്ക് സെൻസ് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഇപ്പോൾ പിന്നിലോട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എപ്പോൾ സ്ട്രെസ്സ് കയറിയാലും ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ നോക്കും. അതായത് ഞാൻ ഈ അടുത്ത് ക്രോഷ്യ പഠിക്കാൻ നോക്കി. ഞാൻ ക്രോഷ്യ ചെയ്യാനുള്ള ആ യാൺ എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. പക്ഷേ ഞാനത് വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അത് സൂക്ഷിച്ച് വെച്ചേക്കണായിരുന്നു. പക്ഷേ ഞാനപ്പം എന്ത് ചെയ്തു, ഞാൻ ക്രോഷ്യ ഹുക്ക് വാങ്ങിച്ചു. സ്പോണ്ടേനിയസ്ലി ഞാൻ ക്രോഷ്യ ഹുക്ക് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറ്റി, ക്രോഷ്യ ഹുക്കൊക്കെ എന്നിട്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഞാനത് നിർത്തി. സ്ട്രെസ്സ് വന്നപ്പം പുതിയൊരു സ്കില്ല് പഠിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടി, സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഞാനത് അവിടെ വെച്ചു. ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഒരു മൂഡ് കയറി ഞാനത് എടുത്താലേ ഉള്ളൂ. അതേപോലെ ഞാനെന്താ ചാലഞ്ച് ചെയ്യും, ഞാൻ എന്തെങ്കിലുമൊക്കെ റൂമിൽ പെയിൻറ്റ് ചെയ്യും, ഭിത്തിയിൽ പെയിൻറ്റ് ചെയ്യും. ആ കാണുന്ന ആ സാധനം സ്ട്രെസ്സ് കയറി, ഓക്കെ മൈൻഡ് മാറ്റാൻ വേണ്ടി ചെയ്തതാണ്. ഈ ഒട്ടിച്ചിരിക്കുന്ന സാധനം സ്ട്രെസ്സ് കയറി മൈൻഡ് മാറ്റാൻ വേണ്ടി ചെയ്തതാണ്. അതേപോലെ ഞാൻ എന്തെങ്കിലും ചാലഞ്ച് ചെയ്യാനായിട്ട് പെർസ്പെക്റ്റീവിൽ ഒരു പടം വരയ്ക്കാൻ നോക്കും. ഒന്നും നടക്കൂല, ഒന്നും സക്സസ്ഫുൾ ആവില്ല, നല്ലൊരു റിസൾട്ടൊന്നും അതിൽ നിന്ന് കിട്ടില്ല, ഒരു ഔട്ട്കമൊന്നും അതിൽ നിന്ന് കിട്ടാനുണ്ട്. പക്ഷെ ആ ഒരു മൊമെൻറ്റിലേക്ക് എൻ്റെ സ്ട്രെസ്സ് മാറും. എൻ്റെ എസ്കേപ്പിസമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ എസ്കേപ്പിസം ആണ് എൻ്റെ സർവൈവൽ ആയിട്ട് യൂസ് ചെയ്യും. അതൊരു നല്ല കാര്യമല്ല. ആർട്ട് ഈസ് മൈ എസ്കേപ്പിസം അങ്ങനെന്തൊക്കെ പറയും ആർട്ടിസ്റ്റുകൾ, അങ്ങനെയൊക്കെ പറയും. ഞാൻ ഡിജിറ്റൽ ആർട്ടൊക്കെ ട്രൈ ചെയ്യും. ഞാൻ ഡിജിറ്റലി വരയ്ക്കാൻ നോക്കും, പാട്ട് പഠിക്കാൻ നോക്കും, ചാലഞ്ചിങ് ആയിട്ടുള്ള പാട്ട് പഠിക്കാൻ നോക്കും. ഇങ്ങനെ മറ്റേ സ്വരങ്ങളൊക്കെ ഉള്ള പാട്ട്, അതുപോലെ റാപ്പൊക്കെ ഞാൻ പാടുന്നത് എനിക്ക് കഴിവുണ്ടെന്ന് എൻ്റെ ആത്മവിശ്വാസം കൊണ്ടല്ല. ഞാൻ അതൊക്കെ പഠിക്കുന്നത് എൻ്റെ എസ്കേപ്പിസമാണത് എന്ന് ഞാനിന്ന് മനസ്സിലാക്കി. അതൊരു പുതിയ റിയലൈസേഷൻ ആയിരുന്നു. എനിക്കിപ്പം വളരെയധികം എന്തോ പോലെ തോന്നുന്നു. ഞാൻ ആ റിയലൈസേഷൻ കിട്ടിയപ്പോഴേക്കും എനിക്കിപ്പം
ഞാൻ കുറേ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ റൂം തന്നെ നോക്കുമ്പം എവ്രിതിങ് ഇൻസൈഡ് ദിസ് റൂം ഇസ് എ പ്രൂഫ് of how many times I have tried to escape from something, try to distract myself from what I am feeling inside. ഞാനത് പ്രോസസ്സ് ചെയ്യാൻ പഠിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഫീലിങ്സ് ഡീൽ ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഓൾ ഐ ലേൺഡ് ആൻഡ് ഓൾ ഐ ഹാവ് പ്രാക്ടീസ്ഡ് ഇസ് ടു എസ്കേപ്പ് ദാറ്റ് ഫീലിംഗ്, എസ്കേപ്പ് ഫ്രം ദാറ്റ് വൺ ഇമോഷൻ. ആൻഡ് അതൊരു ടെമ്പററി എസ്കേപ്പാണ്. ബിക്കോസ് വൺസ് ഐ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ന്യൂ, വൺസ് ഐ സ്റ്റാർട്ട് ട്രൈങ് ടു ലേൺ എ ന്യൂ സ്കിൽ, വാട്ട് ഐ ഡു ടു മൈ സെൽഫ് ഇസ് ഐ മേക്ക് മൈ സെൽഫ് ടയേർഡ്. ഒരു പാട്ട് പഠിക്കാൻ നോക്കും, ഐ ഗെറ്റ് ടയേർഡ്. ഒരു റീല് പഠിക്കാൻ നോക്കും, ഐ ഗെറ്റ് ടയേർഡ്. ഞാൻ മെൻ്റലി എന്നെ ടയേർഡാക്കും. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ആയിട്ട് അത് നല്ല കാര്യമാണോ പൊട്ട കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ല. അതൊരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് അറിവില്ല. പക്ഷെ ദിസ് ഇസ് ദി റിയാലിറ്റി ഐ ആം ലിവിങ് ഇൻസൈഡ് നൗ. ബൈ ബൈ. ഓക്കെ. സോ അപ്പോൾ ഓരോ ടൈമും ഇനി ഞാൻ പുതിയ സ്കില്ല് പഠിക്കാൻ നോക്കുമ്പോൾ ഐ റിമൈൻഡ് മൈ സെൽഫ് ഓഫ് ദിസ് തിങ്. ഞാൻ ഈ സാധനം ഓർക്കും, ഓക്കെ ഐ മൈ ട്രൈ ടു എസ്കേപ്പ്, ഷുഡ് ഐ ഡു ഇറ്റ്. ലൈക്ക് എനിക്കത് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണോ, എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണോ, അതോ ഞാനിപ്പോൾ എൻ്റെ ഈ ഫീലിങ്ങിൻ്റെ എസ്കേപ്പ് ആവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണോ, ഇതെൻ്റെ റിയൽ ഇൻട്രസ്റ്റ് ആണോ, അതോ ഇസ് ദിസ് മൈ നെക്സ്റ്റ് എസ്കേപ്പ് പ്ലാൻ? സി, അതാണ് എൻ്റെ തലയ്ക്കകത്തെ ട്രബിൾ. I think a lot and put myself inside a very tangled situation, and then I go to sleep and wake up the next day forgetting what I was feeling.